നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സപ്പോട്ടയാണ്. സപ്പോട്ടേസിയ കുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം മണിൻകാര സപ്പോട്ട എന്നാണ്. സെൻട്രൽ അമേരിക്ക, മെക്സിക്കോ തുടങ്ങിയവയാണ് ഇതിൻ്റെ ജന്മദേശം. ഇന്ന് ധാരാളമായി ഇത് ഇന്ത്യയിലും തായ്ലൻഡിലും മലേഷ്യയിലുമെല്ലാം കണ്ടുവരുന്നുണ്ട്. ഇതൊരു നിത്യഹരിത വൃക്ഷമാണ്. ഏകദേശം 30 മീറ്റർ ഉയരത്തിൽ വരെ വളരാൻ ഈ വൃക്ഷത്തിന് സാധിക്കും. എന്നാൽ സാധാരണയായി 9 മുതൽ 15 മീറ്റർ വരെ ഉയരത്തിലാണ് ഇത് കാണപ്പെടുന്നത്. ഇതിൻ്റെ തടിക്ക് ഏകദേശം 50 സെൻറ്റിമീറ്ററോളം വ്യാസമുണ്ട്. ഇതിൻ്റെ മരത്തൊലിക്ക് തവിട്ട് നിറമാണ്. ഇതിൽ നിന്നും വെള്ള നിറത്തിലുള്ള പശ പോലുള്ളൊരു ദ്രാവകം വരുന്നുണ്ട്. ചിക്കിൾ എന്നാണ് അതിൻ്റെ പേര്. ഇലകൾക്ക് മുകൾ ഭാഗത്ത് കടും പച്ച നിറവും താഴ്ഭാഗത്ത് ഇളം പച്ച നിറവുമാണ്. ദീർഘവൃത്താകൃതിയിലുള്ള ഇലകൾ ഒന്നിടവിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏകദേശം 7 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഇലകൾക്ക് നിശ്ചിതാഗ്രമാണ്. നല്ല തിളക്കവുമുണ്ട്. ശാഖാഗ്രത്തിലുണ്ടാകുന്ന പൂക്കുലയിലാണ് വെള്ളപ്പൂക്കൾ കാണപ്പെടുന്നത്. ഇതിൻ്റെ ഫലം പച്ചയായിരിക്കുമ്പോൾ നല്ല കട്ടിയുള്ള പുറന്തോടുണ്ടാകും. പച്ചയായിട്ടുള്ള ഫലം പൊട്ടിക്കുമ്പോൾ ഈ വെള്ള നിറത്തിലുള്ള ലാറ്റസ് ആ പൊട്ടിച്ച ഭാഗത്തു നിന്ന് വരും. പഴുത്തു കഴിഞ്ഞ ഫലം പൊട്ടിച്ചാൽ ആ ഭാഗത്തു നിന്നും ഈ പശ വരില്ല എന്നതിൻ്റെ പ്രത്യേകതയാണ്. പഴുത്ത ഫലത്തിൻ്റെ ഉള്ളിൽ മഞ്ഞ നിറമാണ്. നല്ലോണം പാകമായി കഴിഞ്ഞാൽ അത് തവിട്ട് കലർന്ന മഞ്ഞ നിറമായി മാറുന്നു. ഏകദേശം 4 മുതൽ 8 സെൻറ്റിമീറ്റർ വരെ വ്യാസം വരുന്ന പഴത്തിന് വൃത്താകൃതിയാണ്. ഇതിനുള്ളിൽ 1 മുതൽ 6 വരെ തിളക്കമുള്ള കറുത്ത വിത്തുകൾ ഉണ്ടായിരിക്കും. ഈ വിത്തിൻ്റെ ഒരു ഭാഗത്ത് ഹുക്ക് പോലുള്ളൊരു ഭാഗമുണ്ട്. ഇത് ഉള്ളിൽ ചെന്ന തൊണ്ടയിൽ തടയാൻ സാധ്യതയുണ്ട്. നല്ല മധുര രസമാണ് പഴത്തിന്. പഴുക്കാത്ത ഫലത്തിൽ ധാരാളം സാപ്പോണിൻ അടങ്ങിയിരിക്കുന്നു. ഈ വൃക്ഷം വളരുന്നതിന് നല്ല വെയിൽ ആവശ്യമാണ്. കൊല്ലത്തിൽ 2 പ്രാവശ്യമാണ് ഇതിൽ ഫലമുണ്ടാകുന്നത്. ചിക്കു എന്നത് ഇതിൻ്റെ മറ്റൊരു പേരാണ്. മലായ് ഭാഷയിൽ നിന്നാണ് ചിക്കു എന്ന പേര് സപ്പോട്ടയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഇതിലടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി ഇതിൻ്റെ ഇലകൾക്കുണ്ടെന്ന് പറയുന്നു. കൂടാതെ ഇതിൻ്റെ വിത്തിനും അണുനാശക ശക്തിയുണ്ട്. കൂടുതലായി സപ്പോട്ടയുടെ ആയുർവേദ ഗുണങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. സപ്പോട്ട ചിക്കു എന്ന് പറയും. ഈ സപ്പോട്ട ന്യൂട്രീഷനിലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. സപ്പോട്ട ജ്യൂസ് അടിച്ച് ദിവസേന കഴിക്കുക, അല്ലെങ്കിൽ സപ്പോട്ട അങ്ങനെ തന്നെ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നല്ല എനർജി കിട്ടും, പോഷകമാണ്. മാത്രമല്ല ഈ മൂലക്കുരു എന്ന രോഗത്തിൽ ദിവസേന സപ്പോട്ട കഴിച്ചാൽ ഉണ്ടാവില്ല. അതിൻ്റെ രക്തം പോണ ആൾക്കാർക്ക് ഇതിൻ്റെ സ്വരസം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 ഗ്ലാസ് കുടിക്കുമ്പോഴേക്കും അതപ്പം നിൽക്കും. പിന്നെ അതുപോലെ ഈ പ്രമേഹക്കാർക്കും ഇതിൻ്റെ അധികം മധുരമില്ലാത്ത ഇത് കൊടുക്കുകയാണെങ്കിൽ അതിന് നല്ലതാണ്. പിന്നെ ഗർഭിണികൾക്ക് കൊടുക്കാവുന്ന ഒരു പഥ്യമായൊരു പഴമാണ് ഈ സപ്പോട്ട.